കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലങ്ങളിൽ ഷർട്ടിട്ട് പോകുന്നതാണോ എന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നു. CPM എന്തിനാണ് ക്ഷേത്രങ്ങളിലെ കാര്യം അന്വേഷിക്കുന്നത് എന്നാണ് സുരേന്ദ്രന്റെ ന്യായമായ ചോദ്യം. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ടൂരിക്കൊണ്ട് ദർശനം നടത്തണമെന്ന ആചാരത്തിൽ മാറ്റമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കാലാന്തരത്തിൽ ഇതിന് മാറ്റമുണ്ടാവുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറാൻ അനുവദിക്കണമെന്ന ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായത്തെ തുടർന്നായിരുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ വേണമെന്ന പിണറായിയുടെയും അഭിപ്രായ പ്രകടനം. ഇതിനെ പരാമർശിച്ചായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കരുതായിരുന്നു എന്ന് നേരത്തെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും പറഞ്ഞിരുന്നു. ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. കാലങ്ങളായി നിലനിന്നു പോരുന്ന ആചാരങ്ങൾ മാറ്റണമെന്ന് എന്തിനു പറയുന്നുവെന്നും സുകുമാരൻ നായർ ചോദിച്ചിരുന്നു. മന്നം ജയന്തി ആഘോഷ പരിപാടിയിൽ സ്വാഗത പ്രസംഗം നടത്തുകയായിരുന്നു ജി സുകുമാരൻ നായർ. ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഹിന്ദുവിന്റെ പുറത്ത് മാത്രമേയുള്ളൂ എന്നും സുകുമാരൻ നായർ ചോദിച്ചിരുന്നു. ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങൾ മറ്റു മതങ്ങളും പിന്തുടരുന്നുണ്ട്. അതിന് വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിക്കുകയുണ്ടായി. ഇവിടെ ക്രൈസ്തവ മതവിഭാഗങ്ങളുണ്ട്. അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങൾ നടക്കുന്നില്ലേ? പക്ഷേ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ്. മുസ്ലിം സമുദായത്തിനുമുണ്ട് അവരുടെ വസ്ത്രധാരണത്തിലായാലും മറ്റുള്ളതിലായാലും ഓരോരോ നടപടിക്രമങ്ങൾ. അതിനെയൊക്കെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നായിരുന്നു സുകുമാരൻ നായരുടെ ചോദ്യം. അതിന് സമാനമായാണ് ഇപ്പോൾ ബി.ജെ.പി. അധ്യക്ഷൻ കെ സുരേന്ദ്രനും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുസ്ലിം സഹോദരിമാരുടെ വേഷം എന്താണ് എന്ന് നോക്കണം. വലിയ വില കൊടുത്തു വാങ്ങുന്ന വസ്ത്രങ്ങൾക്ക് മുകളിൽ കറുത്ത വസ്ത്രം അണിയുന്നത് എന്തിനാണ് എന്ന് പിണറായി വിജയൻ ചോദിക്കുമോ? പിണറായി വിജയൻ മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാൻ വാദിക്കട്ടെ. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനാ പ്രവേശനം നൽകണമെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. അമ്പലങ്ങളിൽ കയറുന്നവരുടെ കുപ്പായം ഇടിപ്പിക്കാനും ഊരാനും നിൽക്കുന്ന പിണറായി വിജയന് വേറെ പണിയില്ലേ എന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം. അക്കാര്യം വിശ്വാസികൾ തീരുമാനിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു നാസ്തികനും ഉത്തരവാദിത്തമില്ല. കേരളം ബഹുസ്വര സമൂഹമാണ്. ഒരു കൂട്ടരെ എല്ലാ കാലത്തും പഠിപ്പിക്കാൻ മുതിരുന്ന നിലപാട് ശരിയല്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പൊന്നും കേരളത്തിൽ ഇനി വിരപ്പോകില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മറ്റേതെങ്കിലും വിശ്വാസത്തെ അപമാനിക്കാനുള്ള ധൈര്യം CPM-നോ ഗോവിന്ദനോ പിണറായി വിജയനോ ഉണ്ടോ? MV ഗോവിന്ദന്റെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പ്രസ്താവന ബാലിശമാണ്. ഹിന്ദുക്കളെ അപമാനിക്കുന്ന പ്രസ്താവനയാണത്. ഗോവിന്ദനെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കണം. ഒരു വിശ്വാസത്തിന് നേരെ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. പ്രസ്താവന തിരുത്തുകയാണ് വേണ്ടത്, അദ്ദേഹം ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ധർമ്മത്തെ ശിവഗിരിയിൽ അവഹേളിച്ച മുഖ്യമന്ത്രി പരസ്യമായി മാപ്പു പറയണമെന്ന് കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരുദേവനെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കാണുന്നത് പിണറായി വിജയന് വരേണ്യ മനസ്സുള്ളതുകൊണ്ടാണ്. ഗുരുദേവൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവതാര പുരുഷനാണ്. ഗുരുദേവൻ 60ഓളം കൃതികൾ ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സനാതന ധർമ്മത്തെ നിർവചിച്ച മഹാത്മാവാണ് ഗുരുദേവൻ. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അവഹേളിച്ചവരുടെ പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത്. കേവല ഭൗതികവാദി എന്ന നിലയിലാണ് ഹിന്ദുക്കളെയും ഹൈന്ദവ പാരമ്പര്യങ്ങളെയും പിണറായി വിജയൻ ആക്ഷേപിച്ചത് എങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ച് മറ്റു മതങ്ങളെയും ആക്ഷേപിക്കാനുള്ള ചങ്കൂറ്റം പിണറായിക്കുണ്ടോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരുടെ മുന്നിൽ മുട്ടിട്ട് നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് നമ്മൾ ഈയിടെ കണ്ടത്. മറ്റു യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ ഖുർആനെ വിമർശിക്കാൻ പിണറായി വിജയന്റെ നാവ് പൊങ്ങുമോ? മറ്റു മതവിശ്വാസങ്ങളെ ഇതേപോലെ തള്ളിപ്പറയാൻ CPM-ഉം പിണറായി വിജയനും തയ്യാറാകുമോ? ഗുരുദേവൻ സനാതന ധർമ്മി അല്ല എന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന വിവരക്കേടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതന ധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രിയുടെ പദവിക്കും യോജിച്ചതല്ലെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് ലൈവ്.